ഫെബ്രുവരി 2 തിങ്കളാഴ്ച. ലൂക്ക 2:22 മുതൽ 40 വരെ വാക്യങ്ങൾ. എല്ലാ വർഷവും ഫെബ്രുവരി 2 നമ്മുടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ക്രിസ്മസിന് 40 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ദേവാലയത്തിൽ തിരുക്കുടുംബത്തിൻ്റെ പ്രവേശനവും കർത്താവിൻ്റെ സമർപ്പണവുമാണ്. അങ്ങനെ ജോസഫും മറിയവും യേശുവും മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾ നിറവേറ്റാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ ശിമയോനെയും അന്നായെയും കണ്ടുമുട്ടുന്നു. പരമ്പരാഗതമായി ഈ തിരുനാൾ മറിയത്തിൻ്റെ ശുദ്ധീകരണമെന്നും അല്ലെങ്കിൽ കാൻഡിൽ മാസ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ന് സഭ സമർപ്പിതരായ എല്ലാ വ്യക്തികൾക്കുള്ള ഒരു ദിനമായും ആഘോഷിക്കുന്നു. ജോസഫും മറിയവും ദേവാലയത്തിൽ നടത്തിയ ആചാരങ്ങൾ കാണിക്കുന്നത് യേശുവിൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ ന്യായപ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിച്ച ഭക്തരായ ജൂതന്മാരായിരുന്നു എന്നാണ്. പുറപ്പാടിൻ്റെ നിയമമനുസരിച്ച് കർത്താവ് കൽപ്പിച്ചു, എല്ലാ ആദിജാതന്മാരെയും എനിക്ക് സമർപ്പിക്കുക. ഇസ്രായേൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഗർഭപാത്രം ആദ്യം തുറക്കുന്നതെന്തും എൻ്റേതാണ്. അങ്ങനെ മറിയത്തിൻ്റെ ആദിജാതന യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ടിയിരുന്നു. യേശുവും ശിമയോനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഹൈപ്പോപന്തി എന്ന് വിവരിക്കുന്നു. മിശിഹായെ കാണുന്നതുവരെ താൻ മരിക്കുകയില്ലെന്ന് ദൈവം ശിമയോനോട് പറഞ്ഞതായി സുവിശേഷത്തിൽ കാണാം. ഇവിടെ മിശിഹായെ അവൻ്റെ മുമ്പിൽ ഈ ദിവസം അവതരിപ്പിക്കുകയാണ്. അവൻ സന്തോഷകരമായ മരണത്തിനായി ഇനി പ്രാർത്ഥിക്കുന്നു. മിശിഹായെ കാണാൻ നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറക്കാം. ഇന്നത്തെ തിരുനാൾ ദിവസം മറിയത്തിൻ്റെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യഹൂദ നിയമത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരമ്മ ദേവാലയത്തിലേക്ക് വരാൻ കുറച്ച് ദിവസങ്ങൾ വിട്ടു നിൽക്കേണ്ടി വരും. കാരണം പ്രസവത്തിന് ശേഷമുള്ള രക്തസ്രവണം ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യകതയായിരുന്നു. കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം 40-ാം ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. കർത്താവിൻ്റെ ജനനം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 40 ദിവസമാകുന്നു. അതായത് ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ അമ്മയായ മറിയവും ആചാരപരമായ ശുദ്ധീകരണത്തിനായി ദേവാലയത്തിൽ വരുന്നു. യേശുവിനും മറിയത്തിനും തങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റിയ തെറ്റുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ മോശയുടെ നിയമം അനുസരിക്കുന്നതിനാൽ അവർ ശുദ്ധീകരണ ചടങ്ങിന് സ്വയം സമർപ്പിച്ചു. ക്രിസ്ത്യാനികളെന്ന നിലയിൽ നാം ശുദ്ധീകരിക്കപ്പെടാൻ തയ്യാറാണോ? യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ബഹുമാനാർത്ഥം ഇന്നത്തെ ആരാധനക്രമത്തിൽ എല്ലാ വിശ്വാസികളും ഒരു മെഴുകുതിരി കത്തിക്കാൻ സഭ ക്ഷണിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ഇരുണ്ട നീളുകൾ പുറത്താക്കാനും തൻ്റെ നിത്യപ്രകാശത്തിൻ്റെ തിളക്കത്താൽ മുഴുവൻ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കാനും വരുന്നവൻ്റെ ദിവ്യ മഹത്വത്തിൻ്റെ അടയാളമാണ് നമ്മൾ കത്തിക്കുന്ന മെഴുകുതിരികൾ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വെളിച്ചമായിരിക്കാനും നമ്മുടെ അമ്മ പരിശുദ്ധ മറിയം ചെയ്തതുപോലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ നമ്മെ തന്നെ അനുവദിക്കാനും നാം എപ്പോഴും തയ്യാറാകണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഒരു സ്നേഹത്തോടെ പോളച്ചൻ ഫ്രം കേരള.